സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ രേവതി വന്ന് നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കും. അപ്പോൾ രേവതി വിചാരിക്കും ഇന്നിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സച്ചി എടുത്ത് രേവതി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തതെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് സച്ചി ദേഷ്യപ്പെടുക, നീ എൻ്റെ അടുത്ത് തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ അത് മറച്ചു വയ്ക്കാൻ കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളല്ലെങ്കിൽ ആ ദേഷ്യത്തിന് ചെന്ന് അവരെ എന്തെങ്കിലും ചെയ്യും, അയാളെ എന്തെങ്കിലും ചെയ്യും. അയാളെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് ഈ വീട്ടിൽ കഴിയുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ബന്ധുക്കളുടെ ആരും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും എന്ത് നാണക്കേടാവും, എല്ലാവരും അതിൻ്റെ പേരിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും. നിങ്ങൾക്ക് അതൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ പറയുകയാണ്. അതെ, ഞാൻ എല്ലാത്തിനും തെറ്റുകാരി ഞാനാണ്, ഇപ്പം നിങ്ങളുടെ പ്രശ്നം തീർന്നു എന്നൊക്കെ ചോദിക്കുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ റൂമിൽ വിളിച്ച് നിർത്തിയിട്ട് 4 തല്ലാം, അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾക്ക് തല്ലാം. അത് മറ്റുള്ളവരുടെ മുന്നേ വെച്ച് എന്നെ നിങ്ങൾ പറഞ്ഞ് വെറുതെ എന്തിനാണ് എൻ്റെ വില ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന് ചോദിക്കും. ഇനി ഈ വീട്ടിൽ നിന്ന് എനിക്ക് തല്ല് മാത്രമേ കിട്ടാനുള്ളൂ, ബാക്കി എല്ലാം എനിക്കായി ഈ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് പറയുകയാണ്. അത് രേവതി നല്ല ദേഷ്യപ്പെട്ട് തന്നെയാണ് സച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നത്. രേവതിയുടെ സച്ചിയുടെ കൂടെ സൗണ്ട് പുറത്തേക്ക് നിന്നിട്ട് ഈ സച്ചിയുടെ അച്ഛൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ചോദിക്കുവാന്നൊക്കെ മനസ്സിലായി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ സച്ചിയുടെ മുഖത്തൊരു ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട് സച്ചി. അപ്പോൾ ഒരു വിഷമമായി ഇങ്ങനെ അവൾ അവിടെ ഇരുന്ന് കരയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രേവതി ഇന്ന് ഭയങ്കര കരച്ചില്ല. നിങ്ങളെന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇങ്ങനെ പറയണേന്നൊക്കെ ചോദിച്ചിട്ടാണ് രേവതി ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നത്. അതിനുശേഷം സച്ചി പുറത്തേക്ക് ഇറങ്ങുക, ഞാൻ എന്നാൽ വണ്ടി ഓടിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിന്നോടുത്ത് ഞാൻ സംസാരിക്കാനിരിക്കുമായിരുന്നു, ഇനി രേവതി പറഞ്ഞു, അപ്പം നിനക്ക് മനസ്സിലായല്ലോ നിൻ്റെ തെറ്റുകളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, നിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി തന്നെ ഇരുന്നേന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത്. ശ്രുതിനെയാണ് കാണിക്കുന്നത്. ശ്രുതി പാർലറിലാണ്. ശ്രുതി കൂട്ടുകാരോട് പറയുന്നുണ്ട് സച്ചി ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിയുടെ അടുത്ത് അപ്പോൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ശ്രുതിനെയും കൂട്ടിയിട്ട് വേറൊരു വീട്ടിലേക്ക് ഇങ്ങനെ മാറിക്കൂടെ, വേറൊരു വീടെടുത്ത് മാറിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് ചെന്നതല്ലേ, അപ്പം ഞാൻ ആ വീട്ടിലെ ആൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ പറയും, എത്ര നാൾ ഇങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ പറയും, അമ്മേ ശ്രുതി എനിക്ക് നല്ല സപ്പോർട്ടാണെന്നൊക്കെ ശ്രുതി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, കണ്ടോ അവൻ്റെ ഭാര്യ രേവതി ഇത്രയും ഇങ്ങനെ പറയാതിരുന്നതിന് അവർ ബാക്കി എല്ലാവരും കൂടി ഇത്രയും കുറ്റപ്പെടുത്തി. അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ കാര്യമോ അറിഞ്ഞാലോ, അപ്പോൾ എല്ലാവരും കൂടെ നിന്നെ കുറ്റപ്പെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറയുന്നില്ല, അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആകുമോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവൻ ഇപ്പോഴും കോമ സ്റ്റേജിൽ തന്നെ കിടക്കുവാണ്, അതുകൊണ്ട് അവനിപ്പോൾ വേഗം ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കാര്യമൊക്കെ ഉണ്ടാവും, ഇനി അവൻ്റെ കാര്യമൊന്നും നീ ടെൻഷൻ ആകുമെന്ന് വേണ്ടാന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി വന്ന് വിളിക്കുക, ശ്രുതി എന്നും പറഞ്ഞ് വിളിക്കും, ഇങ്ങ് വന്നേ ഒരു കാര്യമുണ്ട്, സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. എന്താണെന്ന് ചോദിക്കുന്നു. അല്ലെന്നേ അപ്പോൾ എനിക്കിവിടെ ഡ്യൂട്ടി ഉണ്ട്, പണിയുണ്ട്, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇല്ല നീ വരാതെ ഞാൻ പോകത്തില്ല, ഈ പണി അവളെ ഏൽപ്പിക്കുന്നതിൻ്റെ കൂട്ടുകാർ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഈ പണിയൊന്നുമില്ല, ഞാൻ എൻ്റെ പ്രൊഫഷനേ നല്ല IT പ്രൊഫഷനാന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അതെ അവിടെ നിന്ന് അവളെ ഏൽപ്പിക്കുന്നത്, എന്നിട്ട് നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ശ്രുതി എന്നിട്ട് നിൽക്ക് വലിക്കില്ലേ, ഞാൻ വരുവാ, ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ബാഗും എടുത്ത് ചെല്ലുവാണ്. അപ്പോൾ തന്നെ ഒരു വണ്ടിയിൽ കയറുക. എങ്ങനെയുണ്ട് വണ്ടി, ഞാൻ ഇന്ന് മേടിച്ചതെന്നു. പിന്നെ നുണയല്ലേ, ഇന്നും രാവിലെ ഒരു വണ്ടി വാങ്ങുമല്ലേ എന്ന് പറയുന്നു. അല്ല, ഇന്ന് അവിടെ വന്ന വണ്ടി, അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ഇതെടുത്തിട്ടൊന്ന് നിന്നെയും കൂട്ടി കറങ്ങാന്നോർത്ത് വന്നതെന്ന് പറയുന്നു. ശ്രുതിക്കാണെങ്കിൽ പുതിയ ജോലി വലിയ ഇഷ്ടമൊന്നുമില്ല, കുറേ വാചകം അടിച്ചാലാണ് ആൾക്കാരെ കൊണ്ട് കാറൊക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ, എൻ്റെ പ്രൊഫഷൻ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതൊന്നും അല്ല, എനിക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ, ഇതിൽ വേറെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നു, കിട്ടിയൊരു ജോലിയല്ലേ, ഇനി ഇത് കളയണ്ട, കാരണം അവിടെ നിങ്ങൾക്ക് ആ ജോലി ഉണ്ടെങ്കിൽ അത് ഒരു ഗുണം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ രേവതിയുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ടാവില്ല, രേവതിയുടെ ഹസ്ബൻഡിനും ഒക്കെ ചെറിയൊരു ജോലിയാണെങ്കിലും എന്ത് ഇങ്ങനെ പൈസയൊക്കെ കിട്ടുന്നില്ലേ, അപ്പോൾ അവരല്ലേ ഇങ്ങനെ വീട്ടിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ് രേവതിയുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ടാവണമെങ്കിൽ നിങ്ങളൊരു ജോലിക്കൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ്. ശ്രുതി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ശ്രുതിനെ ഇങ്ങനെ ഒന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഈ ജോലി തന്നെ തുടരാനാണ് തീരുമാനിച്ചത്, എന്നിട്ട് വേറൊരു നല്ല ജോലി കിട്ടുമ്പോൾ നമുക്ക് മാറാമെന്നൊക്കെ പറഞ്ഞു ശ്രുതിയോട് ഇങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതി അങ്ങ് സമ്മതിക്കുവാണ്. എന്നിട്ട് കണ്ടോ ഈ കാർ ഇങ്ങനെയുണ്ട്, പിന്നെ ഒരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാം, പുതിയ വണ്ടി വരുമ്പോൾ നമുക്കിങ്ങനെ കറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിനായിട്ട് കാറിൽ പോകുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം അവരുടെ വീടാണ് കാണിക്കുന്നത് കേട്ടോ. അവരിങ്ങനെ ശ്രുതിയും കൂടെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ സംസാരം കഴിയുമ്പോൾ രേവതി ഒന്ന് നോക്കുന്നുണ്ട് റൂമിലേക്ക്. എന്നിട്ട് രേവതി അങ്ങ് നടന്നു പോവുക. അപ്പോൾ രേവതി പോയി കഴിയുമ്പോഴത്തേക്കും അവർ ചന്ദ്ര വന്നിച്ച് പറയും, അത് നിങ്ങൾ റൂം അടച്ചിട്ടിട്ട് വേണം കേട്ടോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മ ഞങ്ങൾ വെറുതെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അന്നേരപ്പോൾ പറയും, ആണോ അത് സാരമില്ലെന്നേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ പുതുമോടികളല്ലേ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റൂം അടച്ചിട്ടിരുന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണ് കിട്ടും നിങ്ങൾക്ക്. രേവതിയാണ് ഇവിടെ വന്ന് നോക്കിയാച്ചാൽ പോകുന്നത്, രേവതിയുടെ കണ്ണ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതി ഇത് കേൾക്കും കേട്ടോ. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. ശരിയെന്ന് പറയുന്നു. അതിന് ശേഷം ഇങ്ങനെ അവൻ പറയാണ്, ശ്രുതി പറയാം, എന്നാൽ ഞാൻ ഇറങ്ങുക എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മേനെ വേണ്ടേ, ഭാര്യേനെ മതിയോ എന്ന് ചോദിക്കുന്നു. അല്ലെന്നേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അല്ലമ്മേ എന്ന് പറയുന്നു. ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് തമാശയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നാളെ കാണാം.